പാലക്കാട് നൂറിനി സ്കൂൾ മൈതാനത്ത് ലോകകപ്പ് ഫുട്ബോൾ സൗഹൃദ മത്സരം നടത്തി ഫുട്ബോൾ ടീമിനെ നയിച്ച ഷാഫി പറമ്പിൽ എം.പി. പാലക്കാട് ജില്ലാ എക്സൈസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. വടകര എം.പി. ഷാഫി പറമ്പിൽ കാൽപന്ത് തട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അതെ, ഇത് ഞങ്ങളുടെ വലിയൊരു ആവേശ കേന്ദ്രമാണ്. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൗണ്ടാണ്. നമുക്കറിയാം, പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഹക്കീമൊക്കെ കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ടാണ് ഇത്. ഇവിടെ MLA ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടർഫ് നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് കളി നടക്കുന്നു, ക്യാമ്പ് നടക്കുന്നു, ലീഗ് നടക്കുന്നു. ഇപ്പോൾ അതാ ഫുട്ബോൾ ആവേശത്തിലേക്ക്, വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. എന്നും എക്കാലത്തും, തോറ്റ കാലത്ത്, തോറ്റുകൊണ്ടേയിരുന്ന കാലത്ത്, ജയിച്ച കാലത്ത്, ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും തുടർന്ന് അങ്ങോട്ട് എക്കാലത്ത് ഞങ്ങളുടെ ഫുട്ബോൾ ഇഷ്ടത്തിൻ്റെ ബേസ് തന്നെ അതാണ്. ഇപ്പം ചെറുപ്പത്തിൽ ഉമ്മാടെ വീട്ടിൽ അമ്മാവന്മാർ പറഞ്ഞു കേട്ടിട്ടാണ് അർജന്റീനൻ ആരാധന തുടങ്ങുന്നത്. 86 വേൾഡ് കപ്പിൻ്റെ കഥകളാണ് കുറേ കേൾക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് 90 ആയപ്പോൾ ചെറിയ കുട്ടി, 94 ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കളി കാണാൻ തുടങ്ങി. 98 ആയപ്പോൾ സീരിയസ് ആരാധകരായി. വലിയ എക്സ്പെക്റ്റേഷനാണ്. ഒർട്ടേഗയൊക്കെ കപ്പടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരുന്നു. 2002 തിരിച്ചടി കിട്ടി, 2006 തിരിച്ചടി കിട്ടി, 10 തിരിച്ചടിയായി, 14 ഞങ്ങൾ ഉറപ്പിച്ചു. അവസാനം അതും കയ്യിൽ നിന്ന് പോയി. 18 നേരത്തെ തന്നെ എക്സിറ്റായി. അവസാനം 2022 ഞങ്ങൾ അടിച്ചു. നേരിൽ ഞങ്ങൾ കളി കണ്ടു, കപ്പടിച്ചു. അപ്പം ഞങ്ങളങ്ങനെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ കളി കണ്ട ഒപ്പം കൂടിയവരാണ്, കപ്പ് കണ്ട ഒപ്പം കൂടിയവരല്ല. പിന്നെ കപ്പും വന്നു. ഇത്തവണ ഞങ്ങൾക്ക് ഒട്ടും ടെൻഷനില്ലാതെ കളിയാണ്. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ, മുൻ ഇന്ത്യൻ താരം അബ്ദുൾ ഹക്കീം, ജൂനിയർ താരം രാജേഷ്, പരിശീലകൻ രാജീവ്, ഫൈസൽ, മുഹമ്മദ് റാഫി, വത്സലൻ, ജില്ലാ എക്സൈസ് ഫുട്ബോൾ ടീം അംഗങ്ങൾ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ മത്സരത്തിൽ പങ്കാളികളായി. AJ അനീസ് നയിച്ച ബ്രസീൽ ടീം 1-4 ഗോളിന് ഷാഫി പറമ്പിൽ നയിച്ച അർജന്റീന ടീമിനെ പരാജയപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.